ഇന്ന് മെയ് ദിനമാണ്. തിരുവനന്തപുരത്തെ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU മെയ് ദിന റാലി ആരംഭിച്ചിട്ടുണ്ട്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് റാലി ആരംഭിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഫ്ലാഗ് ഓഫ് ചടങ്ങിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ക്ഷണിക്കുകയാണ്. മെയ് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന മെയ് ദിന റാലി അത് ആരംഭിക്കാൻ പോവുകയാണ്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നുമാണ് റാലി ആരംഭിക്കുന്നത്. അധ്വാനത്തിന്റെ മഹത്വമൂതിയാണ് ഓരോ മെയ് ദിനവും കടന്നു പോകുന്നത്. CITUവിന്റെ നേതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുകയാണ്. അധ്വാനത്തിന്റെയും മഹത്വത്തിന്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുകൾ കടന്നുപോയിക്കൊണ്ടാണ് ഓരോ സാർവദേശീയ തൊഴിലാളി ദിനവും കടന്നുപോകുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ത്യാഗനിർഭരമായ ഒരു പോരാട്ടത്തിന്റെ ഓർമ്മ ദിനം കൂടിയാണ് ഓരോ മെയ് ദിനവും കടന്നുപോകുന്നത്. CITUവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ റാലി, മെയ് ദിന റാലി അത് സംഘടിപ്പിക്കാൻ പോകുന്നത്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നുമാണ് റാലി ആരംഭിക്കുക. ഫ്ലാഗ് ഓഫ് ചെയ്ത് കോൺട്രാക്ട് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹലോ നിർബൻ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നിർബൻ ഇപ്പോൾ റാലി ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? തിരുവനന്തപുരത്തെ മോട്ടോർ തൊഴിലാളി യൂണിയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന റാലി തിരുവനന്തപുരത്ത് പാളയം വഴി കടന്നുപോയി ആശാൻ സ്ക്വയർ വഴി ചുറ്റി നേരെ കിഴക്കേക്കോട്ടയിൽ വന്ന് പുത്തരിക്കണ്ടം വഴി നഗരം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വിപുലമായ റാലിയാണ്. നൂറുകണക്കിനെന്നല്ല എല്ലാ തരത്തിലുള്ള ഈ മോട്ടോർ തൊഴിലാളി എന്ന് പറയുമ്പോൾ ടാക്സി തൊഴിലാളികൾ തുടങ്ങി ഓട്ടോ തൊഴിലാളികൾ, ആംബുലൻസിന്റെ അടക്കം വരുന്ന ജീവനക്കാരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ബൈക്കുകളുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ തൊഴിലാളിയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളി നേതാക്കളും ഈ റാലിയിൽ അണിനിരക്കും. അതിന്റെ റാലി ആദ്യം ഓട്ടോകൾ, തൊഴിലാളികൾ പാർട്ടിയുടെ കൊടി, തൊഴിലാളികളുടെ CITUവിന്റെ കൊടി ഉയർത്തിയ, പതാക ഉയർത്തിയ ഓട്ടോകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സഞ്ചരിക്കുന്നത്. തൊട്ട് പിന്നാലെ ടാക്സിയും കാറുകളും ഒപ്പം തന്നെ ആംബുലൻസും. തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, ആംബുലൻസ് അടക്കം തൊഴിലാളി ട്രേഡ് യൂണിയൻ CITU വളരെ ശക്തമാണ്. തലസ്ഥാനത്തെ ആംബുലൻസിൽ ജോലി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന തൊഴിലാളികളടക്കം സ്വന്തം ആംബുലൻസുമായി ഈ പറയുന്ന റാലിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ചുറ്റിയാണ് റാലി സമാപിക്കുക. CITUവിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജയൻ ബാബു, CITUവിന്റെ ചുമതലയുള്ള സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള രാജേന്ദ്രകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ MLA, ശ്രീകുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഇനി ഈ റാലി നഗരം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാണ് സമാപിക്കുക. വൈകിട്ട് CITUവിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടി തിരുവനന്തപുരത്തുണ്ട്. പുത്തരിക്കണ്ട മൈതാനത്തിലാണ് സമാപിക്കുക. അവിടെ CITUവിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള V ശിവൻകുട്ടി, മന്ത്രി കൂടിയായിട്ടുള്ള V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. വലിയ വിപുലമായ റാലിയാണ്. തലസ്ഥാനത്ത് സ്ഥിരമായി ഈ റാലി നടത്തുന്നവർക്കും കാണുന്നവർക്കും അറിയാൻ കഴിയും. അത് നൂറുകണക്കിന് വാഹനങ്ങൾ തലസ്ഥാനത്ത് CITUവോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ തൊഴിലാളി പ്രവർത്തകരും ഈ റാലിയിൽ അഭിമാനത്തോടു കൂടി പങ്കെടുക്കും. നൂറുകണക്കിന് ഏകദേശം 250-300ഓളം വരുന്ന ഓട്ടോകളടക്കം ഇതിനകത്തുണ്ട്. 500-ലധികം വാഹനങ്ങളാണ് ആകെ ഈ റാലിയിൽ പങ്കെടുക്കുക. തൊഴിലാളികളുടെ ശക്തി വിളിച്ചുകൊള്ളുന്ന, ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ശക്തിയും പ്രൗഢിയും വിളിച്ചുകൊള്ളുന്ന വിപുലമായ റാലിയാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. മ്യൂസിയത്തിൽ നിന്ന് അല്പം മുമ്പാണ് ഈ റാലിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഈ ഓട്ടയ്ക്കൊപ്പം തന്നെ വിവിധ വാഹനങ്ങൾ, കാർ, ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഒപ്പം തന്നെ ആംബുലൻസ് ആയി ഓടുന്നവർ,
വിവിധ തൊഴിലാളി സംഘടനകളുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആ ചുവന്ന കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്, അവരുടെ വാഹനങ്ങളുമായി അണിനിരക്കുന്ന കാഴ്ചയാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. മ്യൂസിയത്തിൽ നിന്ന് റാലി ആരംഭിച്ച് നഗരം മുഴുവൻ ചുറ്റി പ്രദർശനം ചെയ്താണ് റാലി സമാപിക്കുക. നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള തൊഴിലാളികളുടെ പങ്കാളിത്തം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പകൽ സമയമാണ്, അതിനാൽ തന്നെ ഗതാഗതം ഒക്കെ തന്നെ കൃത്യമായി നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒക്കെ തന്നെയാണ് അതിനെ ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മെയ് ദിനം വിപുലമായി തന്നെ ആഘോഷിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണല്ലേ നിർബൻ കടക്കുന്നത്. തീർച്ചയായും വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങളുണ്ട്. പൊതുസമ്മേളനം അടക്കം വൈകിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ മെയ് ദിന റാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആകർഷണീയത എന്ന് പറയുന്നത് മുഴുവൻ തൊഴിലാളികളും അവരുടെ വാഹനങ്ങളുമായി, മോട്ടോർ തൊഴിലാളികൾ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന മോട്ടോർ തൊഴിലാളികൾ അവരുടെ വാഹനവുമായി നടത്തുന്ന വിപുലമായ ആകർഷണീയമായ ജാഥ റാലി, മോട്ടോർ റാലി തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CITU ആണ്. ആ CIT രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ മോട്ടോർ തൊഴിലാളികൾ വളരെ സുദീർഘമായ സേവനമാണ് അവർ നടത്തുന്നത്. അവർ അടിയുറച്ച ഇടതുപക്ഷ പ്രവർത്തകരാണ്. ആ തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിൽ എന്നും ഒപ്പം നിൽക്കുന്നവരാണ്. അവരുടെ അഭിമാന ബോധത്തിന്റെ ദിനം കൂടിയാണ് ഇന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം വാഹനങ്ങൾ മുഴുവൻ അലങ്കരിച്ച് പാർട്ടി പതാക അതിൽ പിടിപ്പിച്ച ശേഷം ആ പതാകയുമായി അഭിമാനത്തോടെയാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും സ്വാഭാവികമായി എത്തിച്ചേരും. നഗരം മുഴുവൻ ഈ റാലി പ്രദക്ഷിണം ചെയ്യും. നഗരത്തിൽ തൊഴിലാളികളുടെ ഈ ദിനത്തിന്റെ അഭിമാനബോധം ഉയർത്തിക്കാട്ടുന്ന പാർട്ടി പതാകയും ഉയർത്തിയുള്ള ഈ മെയ് ദിന റാലി തലസ്ഥാന നഗരത്തിന്റെ വലിയ പ്രത്യേകതയാണ്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള തൊഴിലാളികളുടെ അവരുടെ വാഹനങ്ങളുമായിട്ടുള്ള വലിയ റാലിയാണ് ഉണ്ടാകുന്നത്. CITUവിന്റെ വിവിധ ഘടകങ്ങൾ, നഗരത്തിൽ പ്രവർത്തിക്കുന്ന സിറ്റി കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഓരോ ജംഗ്ഷനുകളിലും ടാക്സിയും ഒപ്പം തന്നെ ഓട്ടോയിൽ ഓടുന്ന തൊഴിലാളികളുമാണ് ആത്മാഭിമാനത്തോടെ ഈ പറയുന്ന മെയ് ദിന റാലിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, CITUവും AITUസും വരുന്ന തൊഴിലാളികൾ സംയുക്തമായി ഈ പറയുന്ന ജാഥയിൽ, ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. തലസ്ഥാനത്തെ CITUവിന്റെയും AITUസിന്റെ ഒക്കെ നേതാക്കൾ ഇവിടെയുണ്ട്. CITUവിന്റെ നേതാവായിട്ടുള്ള സംസ്ഥാന ഭാരമായിട്ടുള്ള ജയൻ ബാബു, ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമാണ് ഈ ജാഥയ്ക്ക്, റാലിക്ക് നേതൃത്വം നൽകുന്നത്. ഇതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വൈകിട്ടാണ് പൊതുപ്രകടനവും വൈകിട്ട് സമാപന സമ്മേളനം പുത്തരിക്കണ്ട മൈതാനിയിലുള്ളത്. അവിടെ ശിവൻകുട്ടി, ആദരണീയനായ മന്ത്രിയും CITUവിന്റെ സംസ്ഥാന നേതാവുമായിട്ടുള്ള ശിവൻകുട്ടിയായിരിക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വിപുലമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് രാവിലെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ഈ മെയ് ദിന റാലി ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം ശരി, എന്തായാലും നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് ദിനം വിപുലമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് CITU. തിരുവനന്തപുരത്തെ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITUവിന്റെ മെയ് ദിന റാലി അത് ആരംഭിച്ചിരിക്കുകയാണ്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. സമഗ്ര വിവരങ്ങളാണ് നിർബൻ പങ്കുവച്ചത്.